നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി അതെന്റെ സംശയമായാൽ തന്നെ പുറത്തുനിന്നൊരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ? അയാൾ എന്താ, ഏതാ, എങ്ങനെയുള്ള ആളാ, മിനിമം ഇതെങ്കിലും നമ്മൾ അറിയണ്ടേ? അതൊന്നും അറിയാതെ നന്ദേട്ടൻ ഒരാൾ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തനിക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്റെ സച്ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. 2 പെൺകുട്ടികളുള്ള വീടായത്. അതെന്താ എല്ലാവരും മറക്കുന്നേ? ഇവിടെ സീമന്തത്തിന് ആദ്യം വന്നപ്പോ മുതൽ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നതാ. ഇവിടെയുള്ള പെൺകുട്ടികളോട് അയാളുടെ ഒരുമാതിരിയുള്ള വർത്തമാനം. ഓഫീസിലും നിങ്ങളുടെ മുമ്പിലും ഒക്കെ ചിലപ്പോ അയാൾ നല്ല ആളാവും. പക്ഷേ നിങ്ങളുടെ കൺവെട്ടം മറയുമ്പോ അയാൾ തനി സ്വരൂപം എടുക്കുന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ആനകയുടെ അടുത്ത് അയാളുടെ ഒരു പരിപാടി ചെലവാവില്ല. അതോർത്ത് താൻ പേടിക്കാൻ വേണ്ട. എന്റെ പേടി അനഘയുടെ കാര്യത്തിലല്ല സച്ചേട്ടാ, സ്നേഹയുടെ കാര്യത്തിലാ. അവളോട് അയാൾ എന്തൊക്കെയോ തമാശ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. 1-2 വട്ടം എനിക്ക് നല്ല വ്യക്തമായ സാഹചര്യത്തിൽ സ്നേഹയെ ഞാൻ കണ്ടിട്ടുമുണ്ട്. വാക്കുകളിൽ മയങ്ങി വീഴുന്ന പ്രായം അവളുടേത്. ഞാൻ കരുതുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്നേഹ പോകുന്നത് വലിയൊരു തകർച്ചയിലേക്കാവും. നമുക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു തകർച്ചയിലേക്ക്. അന്ന് എന്റെ ഈ ഊഹങ്ങളെല്ലാം എല്ലാവരും ശരിവെക്കും. പക്ഷെ സ്നേഹയെ നമുക്ക് നഷ്ടപ്പെടും, തീർച്ചയായും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാ. ഇനി സംശയം പറയാം. ധനുഷ് എന്ന് പറയുന്ന വ്യക്തി വെറുതെ വന്നതല്ല ഈ നാട്ടിലേക്ക്. ഈ നാട്ടിലുള്ള ആരോ അയാളെ കൊണ്ടുവന്നതാ. ചിലപ്പോ ഈ വീട്ടിലുള്ള ആരെങ്കിലും. അതെ സച്ചേട്ടാ, എനിക്ക് സംശയമുണ്ട്. ധനുഷും അവന്തിയെടുത്തിയും തമ്മിൽ നേരത്തെ പരിചയക്കാരാണോന്ന്. പോയ ഒരു കോടി പണത്തിന്റെ കാര്യം എല്ലാവരും മറക്കണമെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മനസ്സിലത് ഇപ്പോഴും ഉണ്ടല്ലോ. എഴുത്തിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. പകരം മറ്റൊരാൾ വരുന്നു. അയാൾ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുന്നു. വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ തമ്മിൽ എവിടെയെങ്കിലും നമുക്ക് ആർക്കും അറിയാത്തൊരു ബന്ധമുണ്ടെങ്കിൽ സച്ചേണ ഉറപ്പിച്ചോ, ഈ വീടിന്റെ അടിത്തറ ഇളകി തുടങ്ങിയിട്ടുണ്ട്. നെല്ലിശ്ശേരി കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ പാകത്തിനുള്ളൊരു സർപ്പത്തിനാ നമ്മൾ പാല് കൊടുക്കാൻ പോകുന്നത്. എല്ലാവരെയും ചുറ്റി വരിഞ്ഞ് നെറുകയിൽ കൊത്തുന്ന ഒരു വിഷസർപ്പത്തിന്. അതെ സച്ചേട്ടാ, എനിക്ക് സംശയമുണ്ട്. ധനുഷും അവന്തിയെടുത്തിയും തമ്മിൽ നേരത്തെ പരിചയക്കാരാണെന്ന്. അർച്ചന ഗർഭിണിയാവില്ലെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നും ഒരാൾക്ക് കൂടി അറിയായിരുന്നു. സച്ചിയുടെ ഏട്ടത്തി അവന്തികയ്ക്ക്. ഏടത്തിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. പകരം മറ്റൊരാൾ വരുന്നു. അയാൾ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുന്നു. നെല്ലിശ്ശേരി കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ പാകത്തിനുള്ളൊരു സർപ്പത്തിന് നമ്മൾ പാല് കൊടുക്കാൻ പോകുന്നത്. എല്ലാവരെയും ചുറ്റി വരിഞ്ഞ് നെറുകയിൽ കൊത്തുന്ന ഒരു വിഷസർപ്പത്തിന്. ഇതെന്താ ചായയോ? നിനക്ക് ചായ വേണമെങ്കിൽ എന്നോട് പറഞ്ഞ പോരായിരുന്നോ? എനിക്കല്ല, നന്ദേട്ടൻ പറഞ്ഞു ധനുഷിന്. ഓ,
അത് കേട്ട ഉടനെ നീ അടുക്കളയിൽ വന്ന് ചായ ഇട്ട് കൊടുക്കാൻ പോകുന്നു. നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പോലും നീ എന്നോടാ പറയാറ്. ഇതിപ്പോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുള്ളതാ, ഈ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കലല്ല നിന്റെ ജോലി. വരുന്നവരുടെ ഉദ്ദേശം ചിലപ്പോൾ നല്ലതാവണമെന്നില്ല. അത് സ്നേഹം മറന്നുപോയതാണോ അതോ അനുസരിക്കില്ല എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതാണോ? ഈ പറഞ്ഞ ധനുഷിന് മുറി കാണിക്കാനും അവന് ചായയും ജ്യൂസും ഉണ്ടാക്കി കൊടുക്കാനും നീ മെനക്കെടണ്ടെന്ന് ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഏട്ടത്തി, ഞാനായിട്ട് ചെയ്തതല്ല, നന്ദേട്ടൻ പറഞ്ഞുകൊണ്ട്. മോളെ, നന്ദേട്ടന് നീ ഇപ്പോഴും കുഞ്ഞാ. അതുകൊണ്ട് മനസ്സിലൊന്നും വയ്ക്കാതെയാ നന്ദേട്ടൻ ഇതൊക്കെ പറയുന്നത്. നീ ചെയ്തത് വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്ദേട്ടൻ പറയുന്ന പോലെ നീയും മനസ്സിലൊന്നും വയ്ക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ നിന്റെ രീതികൾ അതല്ല, അതാ ഞാൻ പറയുന്നത്. സ്നേഹേ, ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെ ഉപദേശിക്കുന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. എങ്കിലും പറയുക, നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള പ്രായമായി നിനക്ക്. കുറച്ചൊക്കെ കരുതലോടെ വേണം ഇനി ജീവിക്കാൻ. ചിലപ്പോ നിഷ്കളങ്കമായി നീ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ ആവണമെന്നില്ല. ദേ, ഒരു നിമിഷം നമ്മുടെ ചിന്തയൊന്നും മാറിയ ജീവിതം പാഴായി പോകുന്ന അവസ്ഥയാ. അതുകൊണ്ട് നോക്കിയും കണ്ടും ജീവിച്ച പിന്നീട് വിഷമിക്കേണ്ടി വരില്ല. ജീവിതത്തില് പല ആളുകളും വരും പോവും. അവരെയൊക്കെ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. വന്നു പോകുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. പരിധി നീ തന്നെ വെക്കണം. അതിൽ നിന്നുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. കേൾക്കുന്നവർക്ക് ചിലപ്പോ അത് അപാകതയായിട്ട് തോന്നിയെന്ന് വരും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ധനുഷ് വേണമെങ്കിൽ വീട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ടോ? ഓ, വേണമെന്നില്ല സർ. ഇനി എന്തായാലും ഈ മാസം കഴിയട്ടെ. ആഹാ, സ്നേഹമോള് ചായയുമായിട്ട് ധനുഷ ചായ എടുക്ക്. എടുക്ക്. നന്ദേട്ടന് ചായ വേണോ? വേണ്ട, ഇപ്പൊ വേണ്ട. അർച്ചനെ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് സച്ചിയോടൊന്ന് പറഞ്ഞേക്കണേ. പറയാം നന്ദേട്ട. ഞങ്ങൾക്ക് ഇന്ന് ചില ഡിസ്കഷൻസ് ഉണ്ട്. ഞാനും ധനുഷും ആയതുകൊണ്ട് ഓഫീസിൽ തന്നെ ഇരിക്കണമെന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.